നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ്. പാലായിൽ നമ്മുടെ മുത്തോലി, അവിടെ ജിസ്മോളുടെ വീടിൻ്റെ അടുത്താണ്. അതായത് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് രണ്ട് കുട്ടികളുമായിട്ട് മീനച്ചിലാറ്റിൽ ചാടി ജീവത്യാഗം ചെയ്ത ആ സ്ത്രീയുടെ, ആ അഡ്വക്കേറ്റിൻ്റെ വീടിനടുത്താണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അതേപോലെ തന്നെ അവിടെ വാർഡിലെ മെമ്പറായിരുന്ന ശശികുമാർ എന്ന ആളിനോടുമാണ്. അപ്പോൾ ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സങ്കടകരമായി തോന്നി ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സങ്കടകരമായി തോന്നി. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആ മക്കളെ എത്രമാത്രം കാര്യമായിട്ടാണ് നോക്കിയതും പഠിപ്പിച്ചതെന്നൊക്കെ ആ മനുഷ്യൻ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ വിഷമങ്ങളും സങ്കടങ്ങളും. ഇപ്പം ഒരു വിഷമവും ഇല്ലാതെ തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി എല്ലാ ചാനലുകളുടെ മുന്നിലും അദ്ദേഹം വളരെ സത്യസന്ധമായി തന്നെയാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം മറ്റുള്ള ചില മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം അവർ വീട്ടുകാരെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെറ്റായ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അതൊന്നും അല്ല നമുക്ക് മനസ്സിലാവും. ഇപ്പം നാട്ടിൽ നിന്ന് മോൾക്ക് നീതി കിട്ടുന്നിടം വരെ അദ്ദേഹം തിരിച്ചു പോകാൻ പോലും തയ്യാറല്ല എന്നാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അതെ. ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ വിചാരിച്ചിരുന്നത് UK-യിലുള്ള ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു, അദ്ദേഹം അവരുമായിട്ട് അവിടെ പോയി താമസിക്കുന്നു, ഈ മോളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല എന്നാണ് ഞങ്ങളടക്കം വിശ്വസിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ 15 ദിവസമേയുള്ള അദ്ദേഹം പോയിട്ട് മോളുള്ളത് കൊണ്ട് മാത്രം പുള്ളി ഇവിടെ നിൽക്കുകയാണ്. പുള്ളിക്ക് അവിടെ പോയി ഭാര്യയോടൊപ്പം ജീവിക്കാമായിരുന്നു, പുള്ളി പോയില്ല. ഒരു 15 ദിവസം പോയിട്ട് ഉടനെ വരാൻ തയ്യാറായി പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മോളുള്ളത് കൊണ്ട് ഇവിടെ മോൾക്കൊരാളെന്ന നിലയിൽ നിൽക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവ് ഇപ്പം പറയുകയാണ്, ഇനി ആ മോളുടെ നീതി കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. കാരണം അത് പൊട്ടിക്കരയാണ്. കാരണം അദ്ദേഹം ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ അധ്വാനിച്ച് വേർപ്പൊഴുക്കി, നമുക്കറിയാമല്ലോ ഗൾഫിൽ എല്ലാവരും പണം ഉണ്ടാക്കുന്നത് ഈ പണം കായ്ക്കുന്ന മരങ്ങളൊന്നുമില്ല, നന്നായിട്ട് വേർപ്പൊഴുക്കി ഉണ്ടാക്കുന്നതാണ് ഈ പണം. ആ പണം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയെല്ലാം പഠിപ്പിച്ച് അവരൊക്കെ വിദ്യാഭ്യാസം ഉണ്ടാക്കി, ഇവർ അഡ്വക്കേറ്റാക്കി. അവളുടെ ഒരു വിവാഹം വന്നു. ആ വിവാഹത്തിന് അവരൊന്നും ചോദിച്ചില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അദ്ദേഹം കൊടുത്തു. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അഡ്വക്കേറ്റ് മെമ്പറോട് ചോദിക്കുകയായിരുന്നു, പറതായിട്ടായിരുന്നോ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഈ തള്ളയും ഈ മോനെയും കാണിച്ചത്? ഈ കുട്ടി കറുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവന് സുന്ദരനായ ആ ചെറുപ്പക്കാരനെ, മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്ന, മോഹൻലാലിനെ പോലെ നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ ഇരിക്കുന്ന ആ മോന് ഒരു ഐശ്വര്യ റായിയെ പോലെ ഒരു പെണ്ണെ കിട്ടത്തില്ലായിരുന്നോ? അതുവഴി പോയാൽ പോരായിരുന്നു. എന്തിനാണ് ഇവരെ സഹായിക്കാനായിട്ട് വന്നാണോ ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? ഒരു അഡ്വക്കേറ്റ് ഒരു LLB പാസ്സായി മെടുമെടുക്കിയായിട്ടൊരു കുട്ടി, ഭയങ്കര സാമർഥ്യമുള്ളൊരു കുട്ടി, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അവളെ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്ത ഒരു പെൺകുട്ടി. അത് മാത്രമല്ല, പാവപ്പെട്ട ആൾക്കാരൊക്കെ എത്ര കാര്യമായിട്ടാണ് ജിസ്മോളെ പറ്റി പറയുന്നത് അല്ലേ? ഒരു 30 വയസ്സ് പോലും ആയി കാണത്തില്ല ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ. വളരെ ചുറിയൂർക്കോടെ ആ മണ്ഡലത്തിൽ ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു ജിസ്മോളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പഞ്ചായത്ത് മെമ്പറുടെ ഒക്കെ ഒരു പ്രവർത്തനം അറിയണമെങ്കിൽ പാവപ്പെട്ടവരോട് ചോദിക്കും. തീർച്ചയായിട്ടും അവർ റേഷൻ കാർഡിനോ അവർ മണ്ണെണ്ണയ്ക്കോ അല്ലെ അവരുടെ കാര്യങ്ങൾക്കായിട്ട് സമീപിക്കുന്നത് ഇവിടെയാണ്. ഈ പണക്കാരെ സംബന്ധിച്ചതൊന്നുമില്ല. കാരണം അവരുടെ ബന്ധക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊന്നു അവനെ വെറുതെ വിട്ടിരിക്കുന്നു അവർ. അല്ല, എത്രയോ പാവപ്പെട്ട വീട്ടിൽ ഞങ്ങളോട് പറഞ്ഞാണ് പെൺകുട്ടിയെ അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഒന്നും പറയാനില്ല. കാരണം അങ്ങനെയാണ് അവരുടെ ബന്ധക്കാർ പറയുന്നതെങ്കിൽ ആ സാധാരണക്കാർ പറയുന്നത് ഞങ്ങളുടെയിലുണ്ട്. അല്ല, എത്രയോ പാവപ്പെട്ട ആൾക്കാരെ ഇവരെ പറ്റി, നല്ല വീട്ടമ്മമാർ അവരെ കരഞ്ഞ് സംസാരിക്കുന്നു അല്ലേ? നമ്മുടെ കയ്യിൽ എത്രയോ വീഡിയോ ഇരിക്കുന്നത്. കാരണം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ജിസ്മോൾ ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോഡി അടക്കം ചെയ്തതിന് ശേഷം ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അതെ, അത് നമ്മൾ നന്നായിട്ട് വൈറലായി അത് സംഭവം. നിങ്ങളാണല്ലോ മാറ്റി നിർത്തി സംസാരിച്ചത്. തീർച്ചയായിട്ടും അവരുടെ വിഷമങ്ങളാണ് അവർ അവതരിപ്പിച്ചത്. അവരുടെ ഭാഷയിൽ എനിക്ക് തോന്നുന്നൊരു 19 വയസ്സുണ്ട്, വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വികാര നിർഭരയായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വലിയ മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് അവർ തെറി പറയുന്നുണ്ട്. അവർ തന്നെ അവസാനം പറയുന്നുണ്ട് തെറിയെ കട്ട് ചെയ്ത് കളയണേന്ന്. കാരണം അവർ ആവേശത്തിൽ ആ ബോഡി കണ്ടിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിലാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ആവേശത്തിൽ പറഞ്ഞു, ഇന്നലെ അതിന് തേയിട്ടുണ്ട്, അവർ വെള്ളം അടിച്ചിട്ട് പറയുന്നതാണ്. അങ്ങനെയൊന്നും അല്ല. അവർ എവിടെയോ പോയി മോളെ അവരുടെ പറമ്പിൽ പണിയെടുക്കുന്ന ആ സ്ത്രീയാണ്. അവർ പോയി കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നേരെ ഞങ്ങളുടെ മുന്നേ വന്നു. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കുക. അപ്പോൾ അത്രയും ആ ഒരു വിഷമത്തിലാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞ തലവെട്ടി പൊട്ടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെയും വിളിക്കുന്നത്, നിങ്ങൾ ഈ ചാനലിൽ നിന്നും പറഞ്ഞ് നടന്നാൽ മതിയോ ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒത്തിരി മെസ്സേജ് ഉണ്ട്. കുടുംബം ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വരുമ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ അവരെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് സ്ത്രീ പറയുന്നത്. തീർച്ചയായിട്ടും അവർ തന്നെ അവരുടെ മക്കളെ കെട്ടിച്ചുവിട്ട കാര്യങ്ങളും പൊന്നുപോലെ സ്ഥലം അവർ അധ്വാനിച്ച് 2 പെൺകുട്ടികളെ അവർ കല്യാണം കഴിച്ചയച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു എത്ര അഭിമാനത്തോടെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ നോക്കാം, ഇപ്പോൾ ജിസ്മോടെ തന്നെ ഭൗതിക ശരീരം സ്വന്തം കല്ലറയിൽ തന്നെ കൊണ്ട് അടക്കാനായിട്ട് ഈ കുടുംബം തയ്യാറായില്ലേ? ഷൈനിക്ക് അത് കിട്ടിയില്ല. ഷൈനിയെ ഭർത്താവിൻ്റെ കല്ലറ തന്നെ അടക്കേണ്ട വന്നു, അത്ര എതിർപ്പുണ്ടായിട്ടും. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ജിസ്മോളുടെ അപ്പനെയൊക്കെ നമ്മൾ നമിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയും റിസ്ക് എടുത്ത് ചെറിയൊരു കോംപ്രമൈസ് നടത്തി. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഒരു 10 മണി തൊട്ട് 11 വരെ അവിടെ വെച്ചു, ആ പാരിഷ് സ്കൂളിൽ അവിടെ ആൾക്കാർക്ക് കാണാൻ. എന്നിരുന്നാൽ പോലും
അവരുടെ കുടുംബക്കല്ലറയിൽ തന്നെ ഈ കുടുംബക്കല്ലറയിൽ തന്നെ അവർക്ക് അടക്കാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഈ തോമസ് ചേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ ജിസ്മോളുടെ പിതാവ് തോമസ് ചേട്ടനെയൊക്കെ നമുക്ക് നമിക്കുക ചെയ്യേണ്ടത്. പിന്നെ ആ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ അറിഞ്ഞ കാര്യം ഞങ്ങളുടെ വേറെ വീഡിയോ ഇടുന്നുണ്ട്, എന്നാലും ഞങ്ങൾ പറയാം. തീർച്ചയായിട്ടും അമ്മായിയപ്പനെയും ചേർത്ത് ആ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ നാത്തൂനും ഭർത്താവും അമ്മായിയമ്മയും എല്ലാം ചേർന്ന് ഈ പെൺകുട്ടിയുടെ കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കുമ്പോൾ ആകെ ഇടപെടുന്ന എടി എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് ഇടപെട്ട് ഈ സമാധാനത്തിലാക്കാൻ ശ്രമിക്കുന്ന പിതാവിനെ പറയുന്നത് നീയും എൻ്റെ ഭർത്താവും കൂടെ അല്ലേടി ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന അമ്മായിയമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരം കഥകൾ പറഞ്ഞിട്ട് ഇയാളെ പിന്തിരിപ്പിക്കുക, പിന്നെ ഇയാൾ മിണ്ടില്ല, ഇയാളെ വായടപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് പ്രശ്നം വന്നാലും അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അമ്മായിയച്ഛൻ നല്ല മനുഷ്യനാണ് പറയുന്നത്. ഇവിടെ ചവിട്ടിത്തേക്കാൻ അയാൾ പെർമിഷൻ എടുക്കുക, അവർ ഇയാളുടെ വാ മുറുക്കി കെട്ടിയിട്ടാണ് ഇങ്ങനെ ഈ കൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിനൊക്കെ നീതി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നവരും അവർ പ്രതികരിക്കുന്നതും അവർ കൊടുക്കുന്ന സപ്പോർട്ടും നിങ്ങൾ കമൻ്റായിട്ടും ഒക്കെ കൊടുക്കുന്ന സപ്പോർട്ടൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയണം. ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് അവരോട്, നിങ്ങൾ സോഷ്യൽ മീഡിയ ഇത് കൊടുക്കണം, ധാരാളം ആൾക്കാർക്ക് കൊടുക്കട്ടെ, സോഷ്യൽ മീഡിയ നിറയട്ടെ, നിങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടട്ടെ. പണ്ടൊക്കെ ആയിരുന്നു നമ്മളൊരു പേപ്പറൊക്കെ എടുത്തിട്ട് 1000 പേരുടെ ഒപ്പിട്ട് നിവേദനമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സോഷ്യൽ മീഡിയയാണ് നോക്കിയാണ് ഇന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ജനങ്ങൾക്ക് ഒരു വികാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഷൈനയുടെ കേസിൽ അത് മാത്രമല്ല, നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണി വരെ ജിസ്മോളുടെ അമ്മ മരിച്ചപ്പോൾ ഇവിടെ എത്തിയെന്ന്, മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയെന്ന് കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് എത്രമാത്രം സ്വാധീനമുണ്ടെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ആന്റണിയെ പോലൊരു മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആള് ഉമ്മൻചാണ്ടിയുടെ അടുത്താണ്. ഉമ്മൻചാണ്ടിയാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ തീരുമാനം തെറ്റായില്ല. വളരെ ചുറിയുറുക്കുള്ള ഒരു പ്രസിഡന്റിനെയാണ് മുത്തോലിക്കാർ കണ്ടത്, അവർക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ, അവർക്ക് കഴിവുണ്ടായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അവരുടെ അഭിമാനമാണ് അവരെ ഇത് പിന്നോട്ട് വലിച്ചത്. അപ്പോൾ ശരിയായിട്ട് ഇവരോട് ആന്റണിയൊക്കെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയത് എന്ന് ചോദിക്കുകയാണ്. പറയാം, എനിക്കൊരു ഫാമിലിയായി, എനിക്കൊരു കുടുംബമായി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും ഈ നാടിൻ്റെ മുഴുവൻ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞൊരു സ്ത്രീ ഒരു നാട്ടിലേക്ക് 6 വർഷമായി കല്യാണം കഴിച്ചുകൊണ്ട് പോയി. ആ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. അല്ല, മനുഷ്യൻ്റെ അവർ കാണുന്ന കറുപ്പല്ല, അവളുടെ ഒരു മാലാഖയായിരുന്നു. അവളുടെ ഉള്ളിലൊരു വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ സൗന്ദര്യം മാത്രം ഇവർ കണ്ടില്ല. അവരെല്ലാവരോടും നല്ല രീതിയിൽ ചിരിച്ചു. അത് മാത്രമല്ല, കൂട്ടുകാരി പറഞ്ഞത് എന്താ, കളക്ടർമാരോട് പോലും വളരെ ബോൾഡായിട്ട് പോയി സംസാരിക്കുമായിരുന്നു എന്ന്. പ്രായം എത്രയാന്ന് നോക്കണം, ഇപ്പം മരിക്കുമ്പോൾ 32 വയസ്സ്. അപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ കൂടിപ്പോയൊരു 29 28 വയസ്സേ കാണുകയുള്ളൂ. ഈ സമയത്താണ് അവർ ഈ ബോൾഡായിട്ട് ഇടപെട്ടത്. ഇങ്ങനെ ഒരു സ്ത്രീയാണ് ഈ ജിമ്മി എന്ന് പറഞ്ഞ ചെകുത്താൻ ഉപേക്ഷിച്ചതെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും, ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീയെ. അല്ല, ഇതിപ്പോൾ നമുക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടി വരും. കാരണം ഏറ്റുമാനൂർ പോലീസ് വളരെ ഒരു കെടികെട്ട് പുസ്തകം കാണിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം ഇങ്ങനെ ഫാമിലികൾ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പുസ്തകമാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നുമല്ല. കാരണം ഇന്നേ വരെ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ല. ജിമ്മിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ ആ കുട്ടികളും അവരും അവിടെ ഉപേക്ഷിച്ച് പോയ ചെരുപ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇതിനകത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഒരു മന്ത്രി ശക്തമായി ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ATS എന്ന് പറഞ്ഞൊരു ബെസോണ്ടായിരുന്നു. ആ ബെസോണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നയാൾ സെക്രട്ടറിയായി എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ അനിയനാണ്. അപ്പോൾ മന്ത്രി അങ്ങനെ ഡയറക്റ്റ് ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാസ്ഥ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് മന്ത്രി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുമോ, ഇവരുടെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കുകയോ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവർ കൂട്ടിക്കൊണ്ട് പോയി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണിച്ച് ഒരു അപേക്ഷ എഴുതി കൊടുക്കാത്തത്? ഈ മന്ത്രിക്ക് അത് ചെയ്യാൻ പാടില്ലേ? കോട്ടയത്തുള്ള ഈ മന്ത്രിയുടെ പേര് വാസവൻ മിനിസ്റ്ററെ കുറിച്ച് നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മിനിസ്റ്റർ ഇത് വരാത്തത്? അല്ല, വാസവൻ മിനിസ്റ്റർ തന്നെയാണ് ആ മണ്ഡലത്തിലെ MLA. അതായത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ മുത്തോലി എന്ന് പറഞ്ഞ സ്ഥലം. ആ സംഭവം നടന്നത് അവിടുത്തെ MLA കൂടിയാണ് മന്ത്രി വാസവൻ. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെടേണ്ടത് തന്നെയാണ്. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയമാവാം, നമ്മൾ വിശ്വസിക്കാത്ത രാഷ്ട്രീയമാവാം. പക്ഷേ നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭരിക്കുന്നത്. അതിനകത്ത് ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് മാറാൻ പാടില്ല. തീർച്ചയായിട്ടും വാസവൻ മിനിസ്റ്ററെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല കരുതലുണ്ട്. നല്ല മന്ത്രിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഇവരെ കൂട്ടിക്കൊണ്ട് പോയി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണിച്ച് നിവേദനം കൊടുത്ത് ഈ കാര്യങ്ങൾക്ക് സ്പീഡാക്കാനും ഇതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ നടപ്പാക്കാനും
ഇവനെ എത്രയും പെട്ടെന്ന് അകത്താക്കി ഇവൻ തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുക്കാതെ എന്ന് പറയാൻ പറ്റില്ല. തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞു, മുറിയൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തു, അവളുടെ ബ്ലഡ് താഴെ വീണ് കിടന്നെല്ലാം കഴുകി കളഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ അത് കൊലപാതകമാണോ എന്ന് എങ്ങനെ അറിയാം എന്ന് സംശയിക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയങ്ങളിലൊന്നും നമ്മൾ ഒരു ജഡ്ജല്ല നമ്മൾ തീരുമാനം എടുക്കുക. അതൊക്കെ അന്വേഷിക്കേണ്ട പോലീസുകാർ അന്വേഷിക്കേണ്ടതാണ്. ഈ കേസുകളിലൊക്കെ ഉദാസീനത നന്നായിട്ടുണ്ട്. ഷൈനയുടെ കേസിൽ നമുക്ക് അറിയാം, അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിപ്പോയി. 3.5 വർഷം മുമ്പേ ഒരു പീഡന കേസിൽ ഷൈനി കൊടുത്തോടുകൂടി ഷൈനിയോട് ഈ അച്ഛൻ മിണ്ടിയിട്ടില്ല, ആ വീട്ടുകാർ മിണ്ടിയിട്ടില്ല. ശത്രുവിനെ പോലെ കരുതി. പോലീസുകാർ അവരെ സംരക്ഷിക്കാനും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഷൈനിയുടെ പിതാവിനെ പോലെ അല്ല തോമസ് ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇനി UK ക്കില്ല, എൻ്റെ മോൾക്ക് നീതി കിട്ടുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓർക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കൂടെ നമ്മൾ ഓർക്കണം. ഈ 5 വർഷത്തിനുള്ളിൽ 4 മരണങ്ങളാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മരണം, ആക്സിഡൻറ്റിൽ മരിക്കുന്നത്, ഒപ്പം തന്നെ 2 പിഞ്ച് കൊച്ചുമക്കളുടെ മരണം, സ്വന്തം മകളുടെ മരണം. അതായത് ഇത്രയും പഠിപ്പിച്ചു. എന്നോട് പറയാണ്, എല്ലാം ഒക്കെ പാസ്സാകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ജിസ്മോള്. അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് പോകണമെന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൾ എപ്പോഴും പഠിക്കുക എന്നുള്ളൊരു താല്പര്യം മാത്രമായിരുന്നു എന്നാണ് ആ സാധു മനുഷ്യൻ വളരെ കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മളൊന്ന് ഓർക്കണം ഒരു അപ്പൻ്റെ മനസ്സ്, വേറെ ആരുണ്ട്? കാരണം എന്നിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ടും ഒക്കെ നമ്മളോട് ഇടപെടുന്നത് കാണുമ്പോൾ നമുക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഇതിനെപ്പറ്റി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.